ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എൻ്റെ കടേൻ്റെ ഉദ്ഘാടനമായിരുന്നു കേട്ടോ. കാരാപ്പുഴയാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ കാരാപ്പുഴ ഡാമിൻ്റെ ഉള്ളിൽ കയറിട്ടോ. അവിടെ കുറേ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു. കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, കുറേ എണ്ണം വിരിയാനൊക്കെ ഉണ്ടായിരുന്നു. അധികം ഫ്ലവേഴ്സ് കാണാനും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞങ്ങൾ വെയിലായിട്ട് തലയിൽ കൂടെ ഷാളൊക്കെ ഇട്ട് നടക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നു പോയപ്പോഴാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണാനൊക്കെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായി കാണാനും. എന്താ പറയുക, ബാക്കിയുള്ളതിനെക്കാട്ടി രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറച്ച് ഇരിക്കാൻ സ്ഥലം കിട്ടുമോ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു, ഉച്ചയ്ക്കായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമായി. പിന്നെ ഞങ്ങൾ അങ്ങനെ ഉച്ചയ്ക്ക് ഉള്ളിൽ കയറി. അപ്പോൾ നോക്കുമ്പോൾ നല്ല പൊരിഞ്ഞ വെയിൽ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറേ ഇരിക്കാൻ സ്ഥലം കിട്ടുമോ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരിക്കുക, തണൽ തപ്പി പോകുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പോയപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ഞങ്ങളൊരു എന്താ പറയുക, ഒരു ഇരിക്കാൻ പറ്റുന്നൊരു സംഭവം. അതിൽ ഞങ്ങൾ ഇരുന്ന്. പിന്നെ അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരേൽ മറ്റേ 2 ബബ്ബിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും ഓരോ മേടിച്ചിട്ട് 2 എണ്ണത്തിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ അവരത് ഊതി കളിക്കായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഊതി വിടുന്നതാണ് നല്ല രസം കേട്ടോ. പിന്നെ ഓരോ വായ പോവും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാൻ പറഞ്ഞത്. പിന്നെ അത് കണ്ടപ്പോൾ എനിക്കൊരു പോയി ഊതണം. പിന്നെ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പോട്ടെ എന്നിട്ട് ഞാൻ പോയി. പിന്നെ ഞാനും കുറച്ച് നേരം കൂടെ കളിച്ച്. പിന്നെ ഞങ്ങളങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ടോ. അവിടെ ഇരിക്കാനും കുറേ പുല്ലൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഓടിക്കളിക്കാനൊക്കെ സുഖമാണ്. അവിടെ തണലും ഉണ്ടായി. പിന്നെ ഈറ്റങ്ങൾ കണ്ടുവരും അങ്ങനെ പോകട്ടോ. ചെരുപ്പൊക്കെ ഊരിയിട്ടോ പോണം അങ്ങോട്ട്. പിന്നെ ഞങ്ങളങ്ങനെ പോയപ്പോൾ കുറേ ഫ്ലവേഴ്സ് കണ്ടു കേട്ടോ. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോട്ടോ അതൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ ലാവൻഡർ കളർ ഫ്ലവർ ഭയങ്കര ഇഷ്ടമായി. ഇത് ഞങ്ങളിന്ന് ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ ഈ സെയിം ഫ്ലവർ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ പറഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ ഈ വൈറ്റ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പറിക്കാനൊക്കെ തോന്നി അന്ന് ചെയ്ത പോലെ തന്നെ. പിന്നെ ഞങ്ങൾ ക്ഷമിച്ചങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോയിട്ടോ. അവിടെ വെൽക്കം എന്നൊക്കെ ബുഷ് കൊണ്ട് ചെയ്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്രിയേറ്റിവിറ്റി ആട്ടോ. പിന്നെ ഇവിടെ കുറേ അനിമൽസിൻ്റെ ബുഷ് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ട്. മുയലും മയിൽ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിൽ കണ്ട ചെടികളൊന്നും വിരിഞ്ഞിട്ടുണ്ടായില്ല. കുറേ ചെറിയ ചെറിയ തൈകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇരിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ബുഷൊക്കെ ഇങ്ങനെ നോക്കി. ഇതിൽ തന്നെ കുറേ വെറൈറ്റി ഡിസൈൻ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇത് മയിലാണ്, ഇത് തോണി, അങ്ങനെ കുറേ. ആ ഗൗരിക്കുട്ടി വിളിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല, ഓടുകയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അവൾക്ക് ഇവിടെ. ഞങ്ങൾ വിളിക്കുമ്പോൾ അവൾ നോക്കുക കേട്ടത്. പിന്നെ ഈ ട്രീ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതൊക്കെ ഉണ്ടല്ലോ മൊബൈലിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ. നേരിട്ടാണ് നല്ല രസം കേട്ടോ കാണാനൊക്കെ. നല്ല ഭംഗിയുണ്ട്. അപ്പുറത്തൊക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒന്നും പേരൊന്നും അറിയില്ല. കുറേ ഇലകളൊക്കെ ഉണ്ട് കേട്ടോ, കളറായിട്ടുള്ള. പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോയപ്പോൾ 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാം കേട്ടോ. ഗൗരി അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. റിച്ചുട്ട് തന്നെ അത് നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് കൈയടിക്കണമൊക്കെ ഉണ്ട്. ഈ കളീൻ്റെ ഇടയ്ക്ക് കൂടെ അവളെ തലയൊക്കെ അടിച്ചിട്ട് ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെയോ വേണ്ടി വാശിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും കുറേ ട്രീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോയി ഈ ഒരു സാധനം കണ്ടു. ഇതിൻ്റെ പേര് അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മറന്നുപോയി. പിന്നെ ഈ മഞ്ഞ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പറിക്കണമൊക്കെ ഞങ്ങൾക്ക് പിന്നെയും തോന്നും, പക്ഷെ ഞങ്ങൾ പറിക്കാൻ പറ്റില്ലല്ലോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ക്യാമറ കാണുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല, പക്ഷേ നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, അത് പൊട്ടുമോ, ഇതിനത്ര ഉറപ്പുണ്ടോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ 3 ആൾ കയറാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു കേട്ടോ, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം ഇതിൽ ഞങ്ങൾ ഇരുന്നിട്ടൊന്നുമില്ല, ഇരിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇരുന്നിട്ടൊന്നുമില്ല, തൊട്ടൊക്കെ നോക്കിയിട്ടോ ഉറപ്പുണ്ടോയെന്ന്. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആമ്പൽക്കുളം ഉണ്ടായി. അവിടെ പോയപ്പോൾ വെള്ളയായിരുന്നു കേട്ടോ ആമ്പൽ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ എന്താ അറിയില്ല, ഇങ്ങനെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ആമ്പലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിട്ടോ കാണാൻ. ചിലത് വിരിയാനായതും ഒക്കെ. അത് കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങാൻ പോയിട്ടോ. അപ്പോൾ അവൾ ക്യാമറ കണ്ടിട്ടുള്ള ചിരിയാട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷോപ്പിലൊക്കെ കയറി കുറച്ച് സാധനങ്ങൾ നോക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.